പല പല ഇൻസ്ട്രുമെന്റ്സ് ഒന്നിച്ച് വായിക്കുമ്പോൾ ഒരു മികച്ച ശ്രുതിമധുരമായ ഗാനമായി തീരും. ഇനി അഥവാ കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഗവൺമെന്റ് ബോണ്ടുകൾ കൂടാതെ ബാക്കി ബോണ്ടുകൾ ഒന്നിച്ചു കൊണ്ടുവന്നാലോ? അപ്പോൾ മുന്നോട്ട് കാണൂ എന്താകുമെന്ന്. എടോ, ബോണ്ടില്ലേ എന്റെ ഫേവറേറ്റ് ആണ്. എന്താ സ്റ്റൈൽ അതിന്റെ! അതേടോ, ശരിക്കും റിസ്കിയും പിന്നെ ത്രില്ലിങ്ങും ശരിക്കും രസകരമാണ്. ബൈ ഗോഡ്, എന്റേത് ഈൽഡ്, സേഫ്റ്റി പിന്നെ ലിക്വിഡിറ്റിക്കുമായി എയിം ചെയ്യുന്നതാണ്ടോ? എടോ, താൻ ആരുടെ കാര്യമാ പറയുന്നത്? എന്റെ കയ്യിലുള്ള ബോണ്ടിന്റെ ഒന്നും മനസ്സിലായില്ല എനിക്ക്. ICICI പ്രൊഡൻഷ്യൽ ബോണ്ട് ഫണ്ട്, പേര് കേട്ട് കാണും. കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ബേസിക്കലി ഇത് അങ്ങനെയുള്ളൊരു ഡെറ്റ് സ്കീമാണ്. ഇത് പലതരത്തിലുള്ള ഡെറ്റ് കൂടാതെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റികൾ കൂടാതെ ഏതൊരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റുകളിലും. പിന്നെ ഇതിന്റെ മെക്കോള ഡ്യൂറേഷനാണ് 1 വർഷം മുതൽ 7 വർഷം വരെ. ഈ സ്കീമിന്റെ ഉദ്ദേശമാണ് മീഡിയം മുതൽ ലോങ് ടൈം വരെ വരുമാനം പരമാവധിയാക്കുക എന്നത്. പിന്നെ സ്കീം സജീവമായി കൈകാര്യം ചെയ്യുന്നതിനാൽ ഫണ്ട് മാനേജർമാർ പലിശ നിരക്കിന്റെ പ്രവണതകളെ അടിസ്ഥാനമാക്കി പോർട്ട്ഫോളിയോ ക്രമീകരിക്കുന്നു. എന്നുവെച്ചാൽ നിരക്കുകൾ കുറയുമ്പോൾ സാധ്യതയുള്ള വിലവർധനവ് മുതലെടുത്ത് അവർ ദീർഘകാല ബോണ്ടുകൾ തിരഞ്ഞെടുത്തേക്കാം. പക്ഷേ അഥവാ നിരക്കുകൾ ഉയരുന്നതായി തോന്നുമ്പോൾ ഫണ്ട് മാനേജർമാർ സ്ഥിരതയ്ക്കായി കുറഞ്ഞ കാലയളവുള്ള ബോണ്ടുകളിലേക്ക് ചായും. ഇത് വിപണി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സ്കീമിനെ സഹായിക്കുന്നതിന് തന്ത്രപരമായ വഴക്കം സഹായിക്കുന്നു. മിതമായ വളർച്ചാ സാധ്യതയുള്ള സ്ഥിരത ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇത് അനുയോജ്യമായിരിക്കും. വളരെ നല്ലതാണ് ഇഷ്ട. ഞാൻ ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യൂ ലൈക്ക്, ഷെയർ കൂടാതെ സബ്സ്ക്രൈബ് ദ ചാനൽ. ഇതുപോലുള്ള സ്കീമുകളെ കുറിച്ച് കൂടുതൽ രസകരമായ വസ്തുതകൾ അറിയാൻ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.